നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങിക്കാനായി എല്ലാവരും ജ്വല്ലറികളിലേക്കാണ് പോകാറുള്ളത്. സ്വർണത്തിന്റെ വിലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വാങ്ങാനുള്ള ആഗ്രഹം ചിലർക്ക് നഷ്ടപ്പെട്ടേക്കാം. കാരണം ഓരോ ദിവസവും കഴിയുന്തോറും സ്വർണത്തിന്റെ വില റെക്കോർഡ് കുതിപ്പിലേക്കാണ് ഉയരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഒരു കടൽ തീരത്തിറങ്ങുന്നവർക്ക് സ്വർണം ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. പറഞ്ഞു വരുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. ഈ ഗ്രാമത്തിലെ ഒരു ബീച്ചിൽ നിന്ന് നിവാസികൾക്ക് സ്വർണം ലഭിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പട ബീച്ചിൽ നിന്നാണ് നാട്ടുകാർക്ക് സ്വർണം ലഭിക്കുന്നത്. ഇതോടെ ഈ നാട്ടുകാർക്ക് സ്വർണം തിരയൽ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബീച്ചിൽ സ്വർണം എത്തുന്നത് എന്നുള്ളതാണ് എല്ലാവരും അതിശയത്തോടെ ചോദിക്കുന്നത്. മണലിലൂടെ കരയിലേക്ക് ഒഴുകിയെത്തിയ സ്വർണ്ണ കണങ്ങൾക്കും മുത്തുകൾക്കുമായുള്ള തിരച്ചിൽ ഈ നാട്ടുകാരുടെ പ്രധാന ഹോബിയാണ്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ കടൽ തീരത്തെ മണൽ അരിച്ചുപെറുക്കി സ്വർണ്ണക്കട്ടികളും ആഭരണങ്ങളും വരെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ്. ബീച്ചിൽ നിലനിൽക്കുന്ന ഈ അപൂർവ പ്രതിഭാസം താമസക്കാരുടെയും നിവാസികളുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. നിരവധി പേരാണ് സ്വർണം തേടി ഈ ബീച്ചിലേക്ക് എത്തുന്നത്. തീരത്തൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയാൽ ഒരിക്കലും സ്വർണം ലഭിക്കില്ല. മറിച്ച് ഓരോ മണൽത്തരിയും അരിച്ചുപെറുക്കിയാൽ മാത്രമേ സ്വർണം ലഭിക്കുകയുള്ളൂ. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ചീപ്പുകളും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് മണൽത്തരി അരിച്ചു പെറുക്കുകയാണ്. മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണം കണ്ടെത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. കാക്കിനഡ റവന്യൂ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ഉപ്പട ബീച്ചിലാണ് ഈ പ്രതിഭാസം നിലനിൽക്കുന്നത്. ഈ ബീച്ച് സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടെയാണ്. ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അടുത്തിടെ ഉപ്പടയും മേഖലയിലെ മറ്റു ബീച്ചുകളും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം ആളുകൾക്ക് മികച്ച അനുഭവം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോതപ്പള്ളി ബ്ലോക്കിലെ ഉപ്പട, സുരാതാപേട്ട് എന്നിവയുൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾ തലമുറകളായി മണലിൽ സ്വർണ്ണ കണങ്ങളും മുത്തുകളും കണ്ടെത്തുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരാണ്. ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ സ്വർണ്ണ കണങ്ങൾ മാത്രമല്ല ചിലപ്പോൾ കട്ടിയുള്ള സ്വർണ്ണ കഷ്ണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. തീരദേശ മണ്ണൊലിപ്പ് കാരണമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഈ ബീച്ചിൽ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളും വീടുകളും കടലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ഒട്ടേറെ സ്വർണ്ണം കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ഭാരമേറിയതും ഈട് നിൽക്കുന്നതുമായ ഈ സ്വർണ്ണ കഷ്ണങ്ങൾ ഇപ്പോൾ ശക്തമായ തിരമാലകളിൽ കരയിലേക്ക് തിരികെ എത്തുകയാണ്. ഈ വർഷം നവംബർ മാസത്തിൽ തെക്കൻ തീരത്ത് ആഞ്ഞടിച്ച നിവാർ ചുഴലിക്കാറ്റാണ് സ്വർണം കണ്ടെത്തുന്നതിന് വീണ്ടും സഹായിച്ചത്. ഈ ചുഴലിക്കാറ്റ് സമയത്തുണ്ടായ വേലിയേറ്റം കടൽ തീരത്തെ ഇളക്കി മറിച്ചു. പിന്നാലെ സ്വർണ്ണ കണങ്ങളും മുത്തുകളും കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ആദ്യം സ്വർണം ലഭിച്ചത്. പിന്നാലെ ഈ വാർത്ത പ്രചരിച്ചതോടെ പ്രദേശവാസികളും ദൂരദേശത്ത് നിന്നുള്ളവരും ബീച്ചിലേക്ക് ഇരച്ചെത്തി.